രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ ആശങ്കയിലായി ജനം. ഡൽഹിയിലും രാജസ്ഥാനിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും പരിഭ്രാന്തരായി ജനങ്ങൾ ഇന്ധനം വാങ്ങിക്കൂട്ടുകയാണ്. പല പമ്പുകളിലും പെട്രോൾ ഡീസൽ വിതരണം പ്രതിസന്ധിയിലായിട്ടുണ്ട്. ലിറ്ററിന് 5 രൂപയ്ക്ക് മുകളിൽ വില വർധനയുണ്ടാകുമെന്ന സൂചനയാണുള്ളത്. ഡൽഹിയിൽ സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിനീത വിജയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ് അഗെയിൻ. വിനീത, ഇതിലിപ്പോൾ ഈ പെട്രോൾ വില വർധന ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ടെന്ന രീതിയിലൊക്കെ ചിലർ കമന്റ് ബോക്സിൽ കമന്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ വില വർധന അത് ഉണ്ടാകുമെന്നുള്ള സൂചന മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ നൽകിയതാണ്. ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഈ രാജസ്ഥാനിലെയും ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ അവസ്ഥ എന്താണ്? ഒപ്പം തന്നെ ഡൽഹിയിൽ ഇപ്പോൾ വർക്ക് ഫ്രം ഹോം പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നു. എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? പ്രവിത, ആളുകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഇത്തരത്തിലേക്ക് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഒരു വിവരം ലഭ്യമായിരിക്കുന്നത്. അതേസമയം അങ്ങനെ വില വർദ്ധിപ്പിച്ചു എന്ന തരത്തിലുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പൊന്നും തന്നെ ഇനിയും ലഭ്യമായിട്ടില്ല. രാജ്യത്ത് ഇന്ധന വില വർദ്ധിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ വലിയ രീതിയിൽ ആശങ്കയാക്കുന്നത് തന്നെയാണ്. അതിൽ ഡൽഹിയിലും രാജസ്ഥാനിലും ബീഹാറിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ ആളുകൾ ഇന്ധനം വാങ്ങിക്കൂട്ടുകയാണ്. ഈ പല പമ്പുകളിലും പെട്രോൾ ഡീസൽ വിതരണം അതോടുകൂടി പ്രതിസന്ധിയിലായതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലിറ്ററിന് 5 രൂപയ്ക്ക് മുകളിൽ വില വർധനവ് ഉണ്ടാകുമെന്ന സൂചനയാണ് ജനങ്ങളെ ഈ വലിയ രീതിയിലേക്ക് അലട്ടുന്നത്. ഒപ്പം തന്നെ ഈ പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടാൽ അത് ഇന്ധന വില വർദ്ധിപ്പിക്കേണ്ടി വരുന്ന അടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തുമെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം പ്രധാനമന്ത്രി ഈ ചിലവ് ചുരുക്കണമെന്ന തരത്തിൽ അദ്ദേഹം ചില നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളും ഒക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുകയും ഒപ്പം അദ്ദേഹത്തിന്റെ അടക്കം ഈ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം അത് പകുതിയായി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ ആ മുന്നറിയിപ്പിന് പിന്നാലെ, ആ നിർദ്ദേശത്തിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും UP പോലുള്ള സംസ്ഥാനങ്ങളിലേക്കും മറ്റ് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും അവരുടെ ഈ അകമ്പടി വാഹനങ്ങളുടെ എണ്ണമൊക്കെ പകുതിയായി കുറയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ഡൽഹിയിൽ സർക്കാർ ജീവനക്കാർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വർക്ക് ഫ്രം ഹോം നൽകിയിരിക്കുകയാണ്. സർക്കാരിന്റെ ഒരു നിർദ്ദേശം തന്നെയാണിത്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന്റെ കൂടി ഭാഗമായി തന്നെയാണ് ഈ ചിലവ് ചുരുക്കുക എന്ന ഒരു നിർദ്ദേശം, അത്തരത്തിലേക്കുള്ള ഒരു നടപടിയുടെ ഭാഗമായാണ് ഇങ്ങനെ 2 ദിവസത്തേക്ക് വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ രാജ്യത്തെ സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കൊക്കെ യാത്രകൾക്ക് പൊതുഗതാഗതം ഉപയോഗിക്കണം എന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. മാക്സിമം പൊതുഗതാഗതത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ശരി, വിനിത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വന്നിരുന്നു. അതിന് പിന്നാലെയാണ് വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ടായത്. അതിനുശേഷം ഇന്ധനവിലയിൽ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഇല്ല, പ്രതിസന്ധി ഇല്ല എന്നൊക്കെ കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും ജനങ്ങൾക്ക് പരിഭ്രാന്തി ഒഴിയുന്നില്ല. ഈ ഇന്ധനം കരുതൽ ശേഖരമായി തന്നെ വാങ്ങിവെക്കാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് ഈ നിലയിലൊരു അരക്ഷിതാവസ്ഥ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.